സൂസന്ന. സമ്പന്നനും നീതിനിഷ്ഠനുമായ യോവാക്കീം എന്നൊരു യുവാവ് ബാബിലോണിലുണ്ടായിരുന്നു. ഹിൽക്കിയായുടെ മകളും ദൈവഭക്തയും അതീവ സുന്ദരിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. ആദരണീയനായ യോവാക്കീമിന്റെയും സൂസന്നയുടെയും ജീവിതത്തിലേക്ക് വചനം ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം പാവഹാരിയായി പാതിരാവിലായി ജനനം ആവേദം വാരിടത്തിലൊരു താരകപ്പിറവി പുണ്യം അവരൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി അവരൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി കുരിശിലേറി മൃതിയടഞ്ഞു മോക്ഷമേകി ഉദ്ധിതനായി വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി
ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം. ഇന്നലകളിൽ ബാബിലോണിലെ എൻ്റെ ചങ്ങാതിമാർ യോവാക്കിമിന്റെ സമ്പന്നതയെ പ്രതി, വ്യാപാരത്തിൽ ഞാൻ കാണിക്കുന്ന ബുദ്ധിശക്തിയെ പ്രതി, എൻ്റെ ജീവിത വിജയങ്ങളെ പ്രതി എന്നോട് അസൂയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതസഖിയായി നിന്നെ കിട്ടിയതിൽ പ്രതി എല്ലാവരും അസൂയോട് കൂടിയാണ് എന്നെ നോക്കുന്നത്. യൂദയായിലെ അതിസുന്ദരിയും വിവേകമതിയുമായ പെണ്ണിനെ തന്ന് കർത്താവ് ഈ യോവാക്കിമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കൊട്ടാരത്തിൽ അങ്ങയുടെ ഭാര്യയായി വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് യഹോവയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങ് പൊതുസമൂഹത്തിൽ ആദരണീയനാണ്. എന്റെ ജീവിതത്തിന്റെ മാന്യതയുടെ അലങ്കാരമാണ് സൂസന്ന നീ. സൗന്ദര്യമുള്ള പെണ്ണിന് പനിനീർ പുഷ്പങ്ങളിലെ മുള്ളു പോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അഹങ്കാരം, അസൂയ, അങ്ങനെ പലതും. എന്നാൽ സൂസന്ന, നിന്റെ വിനയം, ദൈവഭയം, പെരുമാറ്റത്തിലെ മാന്യത എന്നിവ തൊഴിലാളികൾക്കിടയിലും പരിചാരികൾക്കിടയിലും കേൾവി കേട്ടതാണ്. നീതിനിഷ്ഠരായ നിന്റെ മാതാപിതാക്കൾ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിനക്കും എനിക്കും കിട്ടിയ ജീവിത വിജയം. യജമാനൻ പരാതി തീർക്കുവാനായി പലിശക്കാരനായ ആന്ത്രയോസും കൃഷിക്കാരനായ യഹോവും വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സുസന, ഇനി ഇവർക്കിടയിൽ എന്താണോ പരാതി? പുതിയ ന്യായാധിപന്മാർ എന്നാണാവോ വരിക? അവർ വന്നിരുന്നെങ്കിൽ അങ്ങയുടെ ജോലിഭാരം കുറച്ച് കുറയുമായിരുന്നു. എന്താണാവോ നിങ്ങളുടെ പരാതി? പറയൂ, കേൾക്കട്ടെ. യജമാനെ, ഞാൻ ഈ അന്ത്രയോസിന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് എൻ്റെ പുരയിടം പണയപ്പെടുത്തി 100 ഷെക്കൽ കടം വാങ്ങിയിരുന്നു. ഇത്രയും കാലം കൊണ്ട് 150 ഷെക്കൽ തിരികെ നൽകിയതുമാണ്. എന്നാൽ ഇയാൾ ഇപ്പോൾ പറയുന്നു ഞാൻ 500 ഷെക്കലാണ് കടം വാങ്ങിയതെന്നും ഇനി 550 ഷെക്കൽ തിരികെ നൽകിയാൽ മാത്രമേ ഞങ്ങളുടെ പുരയിടം തിരികെ നൽകൂ എന്നും. ഞങ്ങൾ പാവങ്ങളാണ്, ഇത്രയും പണം തിരികെ നൽകാൻ ഞങ്ങൾക്കാവില്ല പ്രഭു. പണം നൽകാതെ ആയപ്പോൾ ഇയാളുടെ ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ യജമാനെ. ഇയാൾ കളവാണ് പറയുന്നത്. 2 വർഷം മുൻപ് ഇയാൾ എന്നിൽ നിന്ന് 500 ഷെക്കലാണ് കടം വാങ്ങിയത്. എൻ്റെ കയ്യിൽ അതിന് തെളിവായുള്ള ധാരണപത്രമുണ്ട്. ഇല്ല, ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെ പറ്റിച്ചതാണ്. എനിക്ക് എഴുത്തും വായനയും അറിയില്ല പ്രഭു. എന്നാൽ ഞാൻ ആ ധാരണപത്രം ഒന്ന് കാണട്ടെ. ഇതാണ് യജമാനനെ. നീ പറയുന്നത് കളവാണ്. ഈ ധാരണാപത്രത്തിന് 1 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ നിനക്ക് 2 വർഷം മുമ്പ് ഈ ധാരണാപത്രം നൽകുക? പാവപ്പെട്ട ഈ കർഷകനെ പറ്റിച്ച് ഇയാളുടെ കൃഷിയിടം തട്ടിയെടുക്കാൻ ശ്രമിച്ച നിനക്ക് ശിക്ഷയായി 101 ചാട്ടവാറടിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം തിരികെ നൽകാനും നാം കൽപ്പിക്കുന്നു. നന്ദി യജമാനെ. അങ്ങ് കാരണം എനിക്ക് നീതി ലഭിച്ചു. എനിക്കല്ല നന്ദി പറയേണ്ടത്. നിന്നെ രക്ഷിച്ചത് നമ്മുടെ യഹോവയാണ്. അദ്ദേഹത്തിന് നന്ദി പറയൂ.
യജമാനൻ, ജനങ്ങൾക്കിടയിൽ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. തികഞ്ഞ ആതിഥ്യമര്യാദയോടു കൂടി അവരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരിക. സുസന, യഹൂദന്മാർ എന്നെ കാണാൻ വരുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ ബാബിലോണിനെ ഭരിക്കേണ്ട ശ്രേഷ്ഠരായ ന്യായാധിപന്മാരാണ് നമ്മെ കാണാൻ വന്നിരിക്കുന്നത്. ഒക്കെ അങ്ങയോടുള്ള ദൈവകൃപ. ന്യായാധിപ ശ്രേഷ്ഠന്മാർക്ക് എൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ജനത്തിന്റെ ഇടയിൽ നീതി നടപ്പാക്കാൻ വേണ്ടി രാജാവിനാലും പുരോഹിതന്മാരാലും നിയമിക്കപ്പെട്ട ന്യായാധിപന്മാർ. ഇരിക്കണം മഹാത്മാർ. സുസന, ഇവർക്ക് കുടിക്കുവാൻ മുന്തിനും വീഞ്ഞു കൊണ്ടുവരിക. യോവാക്കി, നിങ്ങൾ ബാബിലോണിൽ പ്രശംസനും ആദരണീയനുമാണ്. നിങ്ങളുടെ ദാനശീലം, ദൈവഭയം, നീതിബോധം ഒക്കെ പ്രശംസനീയവും ആദരണീയവുമാണ്. എന്നാൽ ഇനി ബാബിലോണിൽ നീതിയും ന്യായവും നടത്തേണ്ടത് ന്യായാധിപരായ ഞങ്ങളാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വേണ്ടതിൽ കവിഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എനിക്ക് ഈ മന്ദിരങ്ങളും ഉപശാലകളും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉദ്യാനവുമുണ്ട്. ഉദ്യാനത്തിൽ ശുദ്ധജലത്തിന് മുട്ടുപൊരാത്തൊരു പൊയ്ക. ഞാനും എൻ്റെ ഭാര്യയും ഉദ്യാനത്തിലാണ് ഒഴിവു സമയം ചെലവഴിക്കുന്നത്. ഞങ്ങൾ വ്യവഹാരത്തിനൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. യോവാക്കിമിന് വിരോധമില്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥലം ഒരുക്കി തരണം. ഉദ്യാനത്തിലൂടെ ഞങ്ങൾ പരാതി പരിഹരിച്ച് മടങ്ങിപ്പോകണം. ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. സുസന, ബാബിലോണിലെ ന്യായാധിപന്മാർക്ക് നമ്മുടെ കൊട്ടാരത്തിൽ പരാതി കേൾക്കാനും വിധി കൽപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്നാൽ ഇന്ന് തന്നെ വിളംബരത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. യോവാക്കിന്റെ ഭവനം നീതിപീഠത്തിന്റെ അധികാര കേന്ദ്രമായി മാറുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ വ്യാപാരാവശ്യത്തിനു വേണ്ടി യാത്രയിലും കൃഷിയിടങ്ങളിലുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. സുസന, ഇവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കുക. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. യജമാനൻ, പുതിയൊരു പരാതിയുമായി ആ പലിശക്കാരനും മറ്റൊരു കൃഷിക്കാരനും എത്തിയിട്ടുണ്ട്. ന്യായാധിപ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഈ പരാതി കേൾക്കുക. എന്നിട്ട് ന്യായവും സത്യസന്ധവുമായ വിധി പുറപ്പെടുവിക്കുക. ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. അങ്ങനെയാകട്ടെ യോവാക്കി. ആ 2 പേരോടും വരാൻ പറയൂ. ഇയാൾ നിലം പണയം വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് 400 ഷക്കൽ കടം വാങ്ങി. ഇപ്പോൾ 1 വർഷമായി മുതലുമില്ല പലിശയുമില്ല. ഇയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സമ്മതിക്കണം. യജമാനരെ, വരൾച്ച കാരണം കൃഷിയെല്ലാം കഴിഞ്ഞ വർഷം നഷ്ടത്തിലായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും മുഴുവൻ പട്ടിണിയിലാണ്. ഇയാൾ എൻ്റെ കൃഷിയിടം പിടിച്ചെടുത്താൽ ഞാനും എൻ്റെ കുടുംബവും എങ്ങോട്ട് പോകും? ഞാൻ ചോദിക്കുന്നത് 6 മാസത്തെ അവധി കൂടിയാണ്. ദയവായി എനിക്ക് നീതി നടപ്പാക്കി തരണം. ഈ കൃഷിക്കാരന്റെ കൂടെ നിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. അതെ അതെ, മറിച്ച് ഈ പലിശക്കാരൻ അനുകൂലമായി വിധി പുറപ്പെടുവിച്ചാൽ നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകൂ. എന്ത് 6 മാസം കൂടിയോ? നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടിയതല്ലേ? അല്ലയോ പലിശക്കാരാ, നിങ്ങൾ ഇയാളുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊള്ളുക. അയ്യോ, എന്തൊരന്യായമാണിത്! ഞാനും എൻ്റെ കുടുംബവും എന്തു ചെയ്യും? ദൈവം നിങ്ങളോട് ഒരു കാലത്തും ക്ഷമിക്കുകയില്ല. വല്ലാത്ത ക്ഷീണം. കുടിക്കാൻ എന്താണാവോ ഉണ്ടാകുക? യോവാക്കിമിന്റെ ഭാര്യ സൂസന്ന അകത്തില്ലേ?
ഉണ്ട് പ്രഭോ. എന്നിട്ടെന്തേ അവൾ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നില്ല? ബഹുമാന്യരായി നിങ്ങളെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ പോലുള്ളവർ. മതി നിന്റെ പരിചരണം, പോയിക്കൊള്ളുക. ചങ്ങാതി, സത്യം പറഞ്ഞാൽ വ്യവഹാരത്തിനുള്ള സ്ഥലമായി ഇവിടം തെരഞ്ഞെടുത്തത് ആ സൂസനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇസ്രായേലിൽ ഒരു പെണ്ണിനും കാണാത്ത സൗന്ദര്യം, യൂദയായിൽ ആർക്കും കാണാത്ത അഴകിനുടമയാണവൾ. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയോ യൂദയാ മക്കളെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. പക്ഷെ ഇവൾ സൂസന്ന, സമ്പന്നയായ യോവാക്കിമിന്റെ ഭാര്യ. ബാബിലോണിൽ ഇസ്രായേൽ മക്കൾ അടിമകളാണ്. അവരുടെ സ്ത്രീകൾ നമുക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ ബാബിലോണിലെ ന്യായാധിപന്മാരാണ്, പൊതുസമൂഹം ആദരിക്കുന്നവർ. പക്ഷേ നമുക്കെങ്ങനെ ഈ ആഗ്രഹം സാധിക്കാൻ കഴിയും? ചങ്ങാതി, എല്ലാവരും ഉച്ചമയക്കത്തിലായിരിക്കുമ്പോൾ സൂസന്ന ഉദ്യാനത്തിൽ ഉലത്താൻ പോകാറുണ്ട്. ആരും അറിയാതെ ഉദ്യാനത്തിൽ വിളിച്ചിരുന്നാൽ അവളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അതെ ചങ്ങാതി, അവസരം കിട്ടിയാൽ അവളെയും. എന്നിട്ട് വേണം മനസ്സിൽ കുടിയിരിക്കുന്ന പൊറുതിക്കൊരു പരിഹാരം കാണാൻ. ചങ്ങാതി, സൂസന്നയും തോഴിമാരും വരുന്നുണ്ട്. ഈ തോഴിമാരോടല്ലാതെ ഇവളെ ഒന്ന് ഒറ്റയ്ക്ക് കൈക്കെട്ടാൻ എന്താ ഒരു മാർഗം? നമുക്ക് ഒളിച്ചു നിൽക്കാം, അവർ കാണണ്ട. എന്താ ചൂട്, ഒന്ന് കുളിച്ചാലോ? ഉഷ്ണക്കാറ്റ് വീശുന്നു. ഇത്ര നേരത്തെയോ? ആ, ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഈ ശുദ്ധജല തടാകം മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നതാണ്. നിങ്ങൾ നമുക്ക് വേണ്ട എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരിക. ശരി സൂസന്ന. നിങ്ങൾ പോയി ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പിൻവാതിലിലൂടെ വന്നാൽ മതി. ഉദ്യാനം പരിപാലിക്കുന്നതിൽ ജോലിക്കാർക്ക് വേണ്ടത്ര ശുഷ്കാന്തി കാണുന്നില്ല. വറ്റാത്ത ഈ ജലാശയവും ഈ പച്ചപ്പുമൊക്കെ പ്രത്യേകം കാത്തു പരിപാലിക്കേണ്ടതാണ്. ജോലിക്കാരോട് പ്രത്യേകം പറയണം ചെടികളെ മക്കളെപ്പോലെ പരിപാലിക്കണമെന്ന്. ശരി സൂസന്ന. ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടച്ചോ? ഉവ്വ്. നിങ്ങൾ പോയി കുളിക്കാനുള്ളത് കൊണ്ടുവരിക. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ? ഈ ഉദ്യാനത്തിൽ എങ്ങനെ കിടന്നു? സൂസന്ന, നിന്റെ വീട്ടിൽ വ്യവഹാരത്തുള്ള വേദി ഒരുക്കിയതും ഞങ്ങൾ ഇവിടെ വന്നതും നിന്നെ കാണാൻ വേണ്ടിയാ. നീ ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടപ്പിച്ചു, ഞങ്ങൾ പിൻവാതിൽ അടച്ചു. ഇപ്പോൾ ഈ ഉദ്യാനത്തിൽ നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ബാബിലോണിലെ ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാരാണ്. ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത് നിന്റെ ഭാഗ്യമാണ്. ഞാൻ യോവാക്കിമിന്റെ ഭാര്യയാണ്. നിങ്ങളുടെ വാക്കുകളും ചിന്തകളും ഒന്നും ശ്രേഷ്ഠമല്ല. ദയവായി ഉദ്യാനത്തിന്റെ വെളിയിൽ പോകൂ. നീ ഞങ്ങളെ അനുസരിക്കാതിരുന്ന നിനക്ക് അപകടം. ഇതാരും അറിയില്ല. നിന്റെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചവരാണ് ഞങ്ങൾ. എൻ്റെ ഈ ശരീരവും മനസ്സും സൗന്ദര്യവുമൊക്കെ എൻ്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ മോഹിക്കുന്നു. തൊട്ടു പോകരുത് തന്നെ. ഒരു ജെറുസലേം പുത്രിയുടെ മാനത്തിന് നിങ്ങൾ വില പറയുന്നോ? കടന്നു പോകൂ ഈ ഉദ്യാനത്തിൽ നിന്നും, എൻ്റെ മുന്നിൽ നിന്നും. സൂസന്ന, നിന്നെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരമുള്ളവരാണ് ഞങ്ങൾ. അതുമാത്രവുമല്ല, പൊതുസമൂഹം ഞങ്ങൾ പറയുന്നതേ വിശ്വസിക്കൂ. അനുസരണയോടെ ഞങ്ങൾക്ക് വിധേയപ്പെടുക. ഇല്ല, മരിക്കേണ്ടി വന്നാലും എൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ അനുവദിക്കില്ല.
ആരവിടെ? ഓടി വരിക. സൂസന്ന ജാറിനോടൊപ്പം ഉദ്യാനത്തിന്റെ വാതിൽ തുറന്നിടുക. എളുപ്പം ചെല്ല്. കുടുംബമായി ജീവിക്കുന്ന കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ ഇത്? ഭർത്താവില്ലാത്ത നേരത്ത് ഉദ്യാനത്തിലെത്തി തോഴിമാരെ പറഞ്ഞു വിട്ട് രഹസ്യക്കാരനെ വിളിച്ചു വരുത്തി. ആരുമില്ലാത്ത സമയത്ത് പകൽ നേരത്തെ വെളിച്ചത്തെ സാക്ഷിയാക്കി ചെയ്ത കുറ്റകൃത്യം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷീണമകറ്റാൻ ഈ ഉദ്യാനത്തിലെത്തി വിശ്രമിച്ചത് എത്ര നന്നായി. അതുകൊണ്ട് ഈ കൊടിയ പാപത്തിന് സാക്ഷികളാവാൻ കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? സൂസനയ്ക്ക് എന്ത് പറ്റി? എന്താണ് ബഹളം? സൂസനയ്ക്ക് എന്ത് പറ്റി? സൂസന്നയ്ക്കല്ല, പാവം യോവാക്കിമിന്. ചതിച്ചയാളെ പട്ടാപ്പകൽ ഈ ഉദ്യാനത്തിൽ തോഴിമാരെയെല്ലാം ഒഴിവാക്കി സൂസന്നെ ഒരു ചെറുപ്പക്കാരനോടൊപ്പം. മതിയാക്കുക ഈ നാണക്കേട്. ഇത് കേൾക്കുന്നത് തന്നെ കൊടിയ പാപം. സൂസന്ന പാവനിയാണെന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ഞങ്ങളതിന് സാക്ഷികളാണ്. പറയുവാൻ അറപ്പുണ്ട്. പറയാതിരിക്കുന്നതെങ്ങനെ? സൂസന്ന കുറ്റക്കാരിയാണ്. അയ്യോ, സൂസനെ അത് ചെയ്യുമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്രേഷ്ഠരായ ന്യായാധിപന്മാർ വെറുതെ പറയുമോ ഈ വക കാര്യങ്ങൾ? ന്യായാധിപന്മാർ കളവ് പറയില്ല, പറയാൻ പാടില്ല. അയ്യോ, സൂസന തെറ്റുകാരിയാണോ? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവിനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. സഹൃദയരെ, കലാസ്നേഹികളെ, കോട്ടാടൗൺ രംഗപേരി അവതരിപ്പിക്കുന്ന സൂസന്ന എന്ന ഈ നാടകം അടുത്തൊരു രംഗത്തോടുകൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഒരു നാടകം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ: സൂസന്ന, അമല ജോണി, യോവാക്കിം, ജെയ്സൺ ജോസഫ്, ദാനിയൽ പ്രവാചകൻ, ലാലിച്ചൻ ജോസഫ്. കൊട്ടാരത്തിലെ നർത്തകിമാർ: നേഹ മോൻസി, എറിൻ ലാലിച്ചൻ, അലക്സ്ട്രീന ജോമോൻ, ആൻ മരിയ ജോസഫ്, അഞ്ജലീന ജോമോൻ, മരിയ ജോയിസ്, ജുവൽ മനോജ്, ജ്വാല ജെയ്സൺ. ബാബിലോണിലെ ന്യായാധിപന്മാർ: രതീഷ് ജോസഫ്, റോണി മാത്യു. കൊട്ടാരത്തിലെ തോഴിമാർ: ബിൻഡ ബിനോ, ജോവാന ജെയ്സൺ, മരിയ ജോയിസ്, ജിയാന ജെയ്സൺ. കൃഷിക്കാർ: മിഥുൻ ജോസ്, ജെയ്സൺ ജോൺ. കൊട്ടാരത്തിലെ മന്ത്രിമാർ: അഭിലാഷ് സെബാസ്റ്റ്യൻ, അലൻ ജോസ്. പലിശക്കാരൻ: മെജോ ജോസഫ്. പട്ടാളക്കാർ: സിജോ ബേബി, ജോഹൻ ജെയ്സൺ. ഇന്നീ വേദിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നത് ജെയം ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് കോട്ടാഡൗൺ. സാങ്കേതിക സഹായം: ബൈജു മാളിയേക്കൽ, അഞ്ജു ഷെയ്സ്, ജോമോൻ പള്ളിയാൻ. കോറിയോഗ്രാഫി: ബിഷിമോൾ കുര്യൻ, നേഹ മോൻസി. എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ്: ആശയം, രചന, സംവിധാനം ജെയ്സൺ ജോസഫ്. ഇവിടെ ഇങ്ങനൊരു വ്യവഹാരം വേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹിൽക്കിയായുടെ മകളും യോവാക്കിന്റെ ഭാര്യയുമായ സൂസന്നെ കൊണ്ടുവരുവിൻ. സംസ്കൃത ചിത്തയെന്നും കുലീനയെന്നും നമ്മൾ കരുതിയ സൂസന്ന പാപിനിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നീതിപീഠത്തിൽ ന്യായം വിധിക്കേണ്ട ഞങ്ങൾക്ക്
ഒരിക്കലും കളവ് പറയേണ്ട കാര്യമില്ല. തന്നെയുമല്ല, മാന്യനായ യോവാക്കീം ഞങ്ങളോട് അർഹിക്കുന്നതിൽ കൂടുതലുള്ള മാന്യതയോടുകൂടിയാണ് പെരുമാറിയിരിക്കുന്നത്. യോവാക്കിമിന്റെ ജീവിതത്തിൽ നിന്നും ഒരു വിഷമുള്ളു പറിച്ചു കളയുന്നു എന്ന് കരുതിയാൽ മതി. പരപുരുഷനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇവർ എന്തിന് മൂടുപടം അണിയണം? അത് കുലസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പറിച്ചെറിയുക അവിടെ മൂടുപടം. നിങ്ങൾ ഉദ്യാനത്തിൽ എന്താണ് കണ്ടതെന്ന് പറയൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സൂസന്ന തോഴിമാർക്കൊപ്പം ഉദ്യാനത്തിലെത്തി. അവർ ഞങ്ങളെ കണ്ടില്ല. വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഉദ്യാനത്തിൽ പലതും കാണാൻ എളുപ്പമല്ല. ഉദ്യാനത്തിലെത്തിയ സൂസന്ന തോഴിമാരെ പറഞ്ഞുവിട്ട് തനിച്ചായി. ഈ സമയം ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന യുവാവ് സൂസന്നയ്ക്കടുത്തെത്തി. അവരുടെ പെരുമാറ്റത്തിൽ ദീർഘമായ ഒരു ബന്ധമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഒച്ചയിട്ടു. അവൻ ഓടിപ്പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത്ര കുറ്റം ചെയ്യില്ല. നിങ്ങൾ എന്തുകൊണ്ട് ആ പുരുഷനെ പിടിച്ചില്ല? അത് ഞങ്ങൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചതാണ്. ഞങ്ങളെക്കാൾ ശക്തിയും യുവത്വവുമുള്ള അവൻ ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഓടിപ്പോയി. അവനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട്. സുസന, നിനക്കിതിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവിടെ കുറ്റത്തിന്റെ സാക്ഷിമൊഴി ഞങ്ങളുടേതാണ്. ബാബിലോണിന്റെ ദൈവം ഞങ്ങളുടെ ദൃഷ്ടിക്ക് കാണിച്ചതെന്നാണിത്. ഞങ്ങളെ അവിശ്വസിച്ചാൽ മാത്രം അവളെ കേട്ടാൽ മതി. ആരെങ്കിലും ഞങ്ങളെ അവിശ്വസിക്കുന്നുണ്ടോ? ബാബിലോണിന്റെ ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാരെ ഞങ്ങൾ എന്തിന് അവിശ്വസിക്കണം? ആരാണ് തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന ചോദ്യത്തിന് പോലും സൂസന്ന കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. യോവാക്കീമിനേക്കാളും പ്രിയപ്പെട്ടവൻ, അവനെ അവൾ രക്ഷിക്കട്ടെ. പക്ഷെ നമുക്കിവിടെ ഒരു നിയമമുണ്ട്. ദുർനടപ്പിന് പിടിക്കപ്പെട്ട ഇവൾ മരണശിക്ഷയ്ക്ക് അർഹയാണ്. യോവാക്കിമിനോടുള്ള എല്ലാ ഇഷ്ടവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വിധിക്കുന്നു. പാപിനിയായ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക. ഇവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ ഈ ബാബിലോണിൽ ഞങ്ങൾ പറയുന്നതാണ് നിയമം. ആരും നിന്നെ വിശ്വസിക്കില്ല. നീതിമാനായ ദൈവമേ, ഈ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ശ്രേഷ്ഠന്മാരാണെന്ന് ജനം വിശ്വസിക്കുന്ന ന്യായാധിപന്മാരുടെ മനസ്സും പ്രവൃത്തിയും അറിയുന്നവനെ, എന്നിലെ നിരപരാധിത്വം വെളിവാക്കി തരണമേ. മരിക്കുവാൻ എനിക്ക് ഭയമില്ല. പക്ഷെ പാപിനി എന്ന് മുദ്രകുത്തി എന്നെ ശിക്ഷിക്കുമ്പോൾ എന്നിലെ സ്ത്രീത്വം, ഞാൻ കാത്തുപോകുന്ന വിശുദ്ധി, അതൊന്നും നഷ്ടപ്പെടാതെ നിരപരാധിയായി പെണ്ണിൻ്റെ വിലാപങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. നിർത്തുക! നിരപരാധിനിയായ ഇവളെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ദൈവത്തിന്റെ പ്രവാചക ശബ്ദം പേറുന്ന ദാനിയേലാണ് ചോദിക്കുന്നത്. ദുർനടപ്പിന് പിടിക്കപ്പെട്ട ഇവളെ ഞങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. എന്നാൽ ഈ നിരപരാധിയുടെ രക്തം മണ്ണിൽ വീഴുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ഇത്ര ബോഷന്മാരാണോ? നീതിപൂർവമായ വിചാരണ നടത്താതെ ഒരു ഇസ്രായേൽ പെണ്ണിനെ വധിക്കുവാൻ കൊണ്ടുപോകുന്നു. നീ എന്തിനീ കാര്യത്തിൽ ഇടപെടുന്നു? യഹോവ എനിക്ക് നിങ്ങളെക്കാളും ശ്രേഷ്ഠ സ്ഥാനം തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ശബ്ദം പേറുന്ന ദാനിയേൽ പ്രവാചകൻ. നിങ്ങൾ ഇവൾക്കെതിരായി കള്ളസാക്ഷി പറഞ്ഞതായി ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായപൂർണമായ ഒരു വിചാരണ വീണ്ടും നടക്കേണ്ടിയിരിക്കുന്നു. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. എനിക്ക് ഈ ന്യായാധിപ സംഘത്തെ വീണ്ടും വിചാരണ ചെയ്യേണ്ടതുണ്ട്. നിരപരാധിനിയായ
ഒരു സ്ത്രീയുടെ ജീവൻ നീതിരഹിതമായി അപഹരിക്കപ്പെടുവാൻ പാടില്ല. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ഞാൻ ദൈവമയച്ച പ്രവാചകൻ ദാനിയേൽ. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ബാബിലോണിൽ നീതിയും ന്യായവും നടത്തുവാൻ അധികാരവും അവകാശവും ഉള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പാപിനിയെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ നിനക്കെന്താണ് സംശയം? ചോദിക്കുക. ഇവരിൽ ഒരാളെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തുക. നീതിമാനും നിരപരാധിയുമായവനെ കൊല്ലരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ന്യായാധിപൻ പുറപ്പെടുവിക്കുന്ന വിധി നീതിയുക്തവും സത്യസന്ധവുമാകണം. സൂസന്നയുടെ കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അത് പാലിക്കപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടതയിൽ തഴക്കം ചെന്നവനെ, പാപം ചെയ്യുന്നത് അലങ്കാരവും അവകാശവുമാണെന്ന് ധരിച്ചവനെ, നീ ഇവളെ പാപത്തിന്റെ വഴിയിൽ കണ്ടുവെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഉദ്യാനത്തിന്റെ ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഏത് ഭാഗത്താണ് പരപുരുഷനോടൊപ്പം സൂസന്നയെ നീ കണ്ടത്? അത് പിന്നെ ഉദ്യാനത്തിന്റെ വലതുവശത്തുള്ള കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. ഒരു ചോദ്യം കൂടി. നിങ്ങൾ കണ്ടുവെന്ന് പറയുന്ന സൂസന്നയുടെ ജാരന്റെ ആകാര ഭംഗി എന്താണ്? അത് 6 അടി പൊക്കമുള്ള ഒരു ഇരുണ്ട മനുഷ്യൻ, കാഴ്ചയിൽ ഒരു ഭംഗിയില്ലാത്തവൻ. എനിക്ക് മനസ്സിലാകാത്തത് എന്ത് കണ്ടിട്ടാണ് അവനിൽ അവൾ ആകർഷണമായത്? നീ പറയുന്ന വാക്കുകൾ സത്യവും നിനക്ക് പൂർണ്ണ ബോധ്യവുമുള്ളതാണല്ലോ. തീർച്ചയായും എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ്. ഇവനെ അകത്തേക്ക് കൊണ്ടുപോകുക. അടുത്തയാളെ വിളിക്കുക. സൂസന്നയിൽ കുറ്റം ആരോപിക്കുന്നതിലും അവൾക്ക് മരണശിക്ഷ വിധിക്കുന്നതിലും നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. തീർച്ചയായും ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. സൂസന്നയും പരപുരുഷനെയും ഉദ്യാനത്തിന്റെ ഏത് ഭാഗത്ത് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആലിംഗനബദ്ധനായി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്? അത് പിന്നെ ഉദ്യാനത്തിന്റെ ഇടതുവശത്ത് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു കരിവേരകത്തിന്റെ ചുവട്ടിൽ. എന്നാൽ ഇതിനുകൂടി ഉത്തരം നൽകുക. നീ സൂസന്നയുടെ കൂടെ കണ്ട ആ പരപുരുഷന്റെ ആകാര ഭംഗി എന്താണെന്ന് പറയുക. അത് പിന്നെ വെളുത്ത് ചുവന്ന ഒരു സുന്ദരൻ. വെറുതെയല്ല സൂസന്ന അവനിൽ ആകൃഷ്ടയായത്. എന്നാലും യോവാക്കിമിനെ ഇവൾക്ക് എങ്ങനെ ചതിക്കുവാൻ സാധിക്കുന്നു? നിർത്തുക നിന്റെ കള്ളസാക്ഷ്യം. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കണ്ണുമഞ്ചളിച്ച വിഷയലംബടന്മാർ ന്യായാസനത്തിന്റെ മുൻപിലേക്ക് മാറ്റി നിർത്തുക. രണ്ടിനെയും. അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിലെ പെൺകുട്ടികളെ കീഴ്പ്പെടുത്തി അടിമകളെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ. നീതിപീഠത്തിലിരുന്ന് ജനങ്ങൾക്ക് ന്യായം വിധിക്കേണ്ടവർ. സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ നിലമുറന്ന ആഭാസന്മാർ. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പെൺകുട്ടികളെ കുറ്റമാരോപിച്ച് കൊന്നുകളയുന്ന തന്ത്രശാലികൾ. ഒരു നിരപരാധിനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൂസന്നയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണമെന്ന് ദൈവം സ്വപ്നത്തിൽ എന്നോട് അരുളി ചെയ്തു. ഞാൻ ഇടപെട്ടു. നീതിപീഠത്തിന്റെ മുൻപിൽ പോലും പെണ്ണ് സുരക്ഷിതയല്ല. ഈ കിരാതന്മാർക്ക് വഴങ്ങാത്ത പതിവ്രതയും
ദൈവഭക്തയുമായ സൂസനെ ഞാൻ മോചിപ്പിക്കുന്നു. തിരികെ നൽകുക ഈ പതിവ്രതയായ സൂസന്നയുടെ മൂടുപടം. ദൈവം നീതി പ്രവർത്തിക്കുന്നു. അന്തിമ വിജയം ദൈവത്തിന് മാത്രം. സ്വന്തം നിലമറന്ന് അനീതി പ്രവർത്തിച്ച ഇവർക്കുള്ള ശിക്ഷ ജനങ്ങൾ വിധിക്കട്ടെ. ഇസ്രയേലിന്റെ ദൈവം മഹത്വമുള്ളവനാണ്. അവൻ നിരപരാധികളുടെ പ്രാർത്ഥന കേൾക്കും. നീതിമാനായ ദൈവം